നമസ്കാരം. ടേക്കി ക്യൂസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ശരണ്യ. ഇന്ന് നമ്മൾ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഭരണഘടനയെക്കുറിച്ച് ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഭരണഘടനയുടെ സിലബസ്. അതിൽ ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഭരണഘടനാ ഭേദഗതികൾ എന്നിവയെക്കുറിച്ചെല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ എന്ന ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഭരണഘടനയുടെ ഭാഗത്തു നിന്ന് 5 മാർക്കാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ എന്ന ഭാഗം നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ: നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിങ്ങനെ 3 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം. നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ കാര്യനിർവഹണ വിഭാഗം അവ നടപ്പാക്കുന്നു. നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് നീതിന്യായ വിഭാഗത്തിൻ്റെ കടമ. അപ്പോൾ നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിങ്ങനെ 3 ഘടകങ്ങളാണ് ഗവൺമെൻറ്റിനുള്ളത്. ഇവയെ ആസ്പദമാക്കിയാണ് ഇന്ത്യൻ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ കാര്യനിർവഹണ വിഭാഗം അവ നടപ്പാക്കുന്നു. നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് നീതിന്യായ വിഭാഗത്തിൻ്റെ കടമ. ഇനി നമുക്ക് ഓരോ വിഭാഗത്തിൻ്റെ കീഴിലും എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യം നിയമനിർമ്മാണ വിഭാഗം. അതിൻ്റെ കീഴിൽ രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. രണ്ടാമത്തെ കാര്യനിർവഹണ വിഭാഗം. അതിൻ്റെ കീഴിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ. അടുത്തത് നീതിന്യായ വിഭാഗം. അതിൻ്റെ കീഴിൽ സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ വരുന്നു. അപ്പോൾ നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ കീഴിൽ രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ എന്നിവയും കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ കീഴിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ എന്നിവയും വരുന്നു. നീതിന്യായ വിഭാഗത്തിൻ്റെ കീഴിൽ സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ വരുന്നു. ഇനി നമുക്ക് ഓരോ വിഭാഗവും വിശദമായിട്ട് നോക്കാം. ആദ്യം നിയമനിർമ്മാണ വിഭാഗം. അതിൻ്റെ കീഴിൽ പാർലമെൻറ്റ്. ഭരണഘടനയുടെ ഭാഗം 5 അനുച്ഛേദം 79 മുതൽ 122 വരെയാണ് പാർലമെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗമാണ് പാർലമെൻറ്റ്. ഇതിൽ ഭരണഘടനയുടെ ഭാഗം 5 അനുച്ഛേദം 79 മുതൽ 122 വരെയാണ് പാർലമെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. രാഷ്ട്രപതിയും ലോകസഭ, രാജ്യസഭ എന്നീ 2 സഭകളും ഉൾപ്പെടുന്നതാണ് പാർലമെൻറ്റിൻ്റെ ഘടന. 2 സഭകൾ ഉള്ളതിനാൽ ദ്വിമണ്ഡല സഭയെന്നും ഇത് അറിയപ്പെടുന്നു. രാജ്യസഭയ്ക്ക് ഉപരിസഭയെന്നും ലോകസഭയ്ക്ക് അധോസഭയെന്നും പേരുകളുണ്ട്. രാഷ്ട്രപതിയും ലോകസഭ, രാജ്യസഭ എന്നീ 2 സഭകളും ഉൾപ്പെടുന്നതാണ് പാർലമെൻറ്റ്. ഈ 2 സഭകൾ ഉള്ളതിനാൽ പാർലമെൻറ്റിനെ ദ്വിമണ്ഡല സഭ എന്നും വിളിക്കുന്നു. രാജ്യസഭയ്ക്ക് ഉപരിസഭയെന്നും ലോകസഭയ്ക്ക് അധോസഭയെന്നും പേരുണ്ട്. നിയമനിർമ്മാണത്തിന് പുറമെ ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യൽ, കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പ് എന്നിവയാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതലകൾ. ഇന്ത്യയിൽ ആദ്യമായി പാർലമെൻറ്റ് സമ്മേളിച്ചത് 1952 മെയ് 13 അപ്പോൾ പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതലകൾ ഏതൊക്കെയെന്ന് നോക്കാം. നിയമനിർമ്മാണത്തിന് പുറമെ ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യൽ, കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പ് എന്നിവയാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതലകൾ. ഇന്ത്യയിൽ ആദ്യമായി പാർലമെൻറ്റ് സമ്മേളിച്ചത് 1952 മെയ് 13 വർഷത്തിൽ 3 തവണയാണ് ലോക്സഭ സമ്മേളിക്കുന്നത്. ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള ബഡ്ജറ്റ് സമ്മേളനം, ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ മൺസൂൺ സമ്മേളനം, നവംബർ മുതൽ ഡിസംബർ വരെ ശീതകാല സമ്മേളനം. രാജ്യസഭയുടെ ബഡ്ജറ്റ് സമ്മേളനം 4 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ വർഷത്തിൽ 3 തവണയാണ് ലോകസഭ സമ്മേളിക്കുന്നത്. അത് ഏതൊക്കെയെന്ന് നോക്കാം. ഫെബ്രുവരി മുതൽ മെയ് വരെയുള്ള ബഡ്ജറ്റ് സമ്മേളനം, ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ മൺസൂൺ സമ്മേളനം, നവംബർ മുതൽ ഡിസംബർ വരെ ശീതകാല സമ്മേളനം. രാജ്യസഭയുടെ ബഡ്ജറ്റ് സമ്മേളനം 4 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചുകൂട്ടുന്നത് രാഷ്ട്രപതിയാണ്. 6 മാസത്തിലൊരിക്കൽ സഭ സമ്മേളിക്കണം. സമ്മേളന തീയതി നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്.
പാർലമെന്റിന്റെ ഇരു സഭകളുടെയും സമ്മേളനം വിളിച്ചുകൂട്ടാനും നിർത്തിവെക്കാനുമുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. സംയുക്ത സമ്മേളനത്തിലെ അധ്യക്ഷൻ ലോകസഭ സ്പീക്കറാണ്. അപ്പോൾ പാർലമെന്റ് സമ്മേളനം വിളിച്ചുകൂട്ടുന്നത് രാഷ്ട്രപതിയാണ്. 6 മാസത്തിൽ ഒരിക്കലെങ്കിലും സഭ സമ്മേളിക്കണം എന്ന നിർബന്ധമുണ്ട്. സമ്മേളന തീയതി നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. പാർലമെന്റിന്റെ ഇരു സഭകളുടെയും സമ്മേളനം വിളിച്ചുകൂട്ടാനും നിർത്തിവെക്കാനുമുള്ള അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. സംയുക്ത സമ്മേളനത്തിലെ അധ്യക്ഷൻ ലോകസഭാ സ്പീക്കറാണ്. ആരാണ് ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കർ? ഓം ബിർള. ഓം ബിർളയാണ് ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കർ. അതായത് 17ാം ലോകസഭയിലെ സ്പീക്കർ ഓം ബിർളയാണ്. സംയുക്ത സമ്മേളനത്തിൽ കേവല ഭൂരിപക്ഷത്തിൽ ബില്ലുകൾ പാസാക്കാം. പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പേര് സൻസദ് ഭവൻ എന്നാണ്. പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2023 മെയ് 28-നാണ്. പാർലമെന്റ് നിർമ്മാണ പദ്ധതി സെൻട്രൽ വിസ്ത പ്രൊജക്ട് എന്നാണ് അറിയപ്പെടുന്നത്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം നടക്കുന്ന സമയത്ത് കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ തന്നെ ബില്ലുകൾ പാസാക്കാം. പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ പേര് സൻസദ് ഭവൻ എന്നാണ്. പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2023 മെയ് 28-നാണ്. പാർലമെന്റ് നിർമ്മാണ പദ്ധതി സെൻട്രൽ വിസ്ത പ്രൊജക്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ലോകസഭയെക്കുറിച്ച് നോക്കാം. ആർട്ടിക്കിൾ 81 പ്രകാരമാണ് ലോകസഭ രൂപവത്കൃതമായിരിക്കുന്നത്. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. 1952 ഏപ്രിൽ 17-ന് ആദ്യ ലോകസഭ നിലവിൽ വന്നു. ആദ്യ സമ്മേളനം 1952 മെയ് 13-നായിരുന്നു. ഭരണഘടന അനുസരിച്ച് ലോകസഭയുടെ പരമാവധി അംഗസംഖ്യ 552 ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 81 പ്രകാരമാണ് ലോകസഭ രൂപവത്കൃതമായിരിക്കുന്നത്. ലോകസഭയുടെ കാലാവധി 5 വർഷമാണ്. 1952 ഏപ്രിൽ 17-ന് ആദ്യ ലോകസഭ നിലവിൽ വന്നു. ആദ്യ സമ്മേളനം 1952 മെയ് 13-നായിരുന്നു. ഭരണഘടന അനുസരിച്ച് ലോകസഭയുടെ പരമാവധി അംഗസംഖ്യ 552 ആണ്. ഇന്ത്യൻ പൗരത്വമുള്ള 25 വയസ്സ് പൂർത്തിയാക്കിയവർക്ക് ലോകസഭയിലേക്ക് മത്സരിക്കാം. ബഡ്ജറ്റ്, മറ്റ് ധനകാര്യ ബില്ലുകൾ തുടങ്ങിയവയിൽ ലോകസഭയ്ക്ക് പരിപൂർണ അധികാരമുണ്ട്. മന്ത്രിസഭയ്ക്ക് ലോകസഭയോട് മാത്രമേ കൂട്ടുത്തരവാദിത്തമുള്ളൂ. മണി ബില്ല് ഏതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ലോകസഭാ സ്പീക്കറാണ്. ഇന്ത്യൻ പൗരത്വമുള്ള 25 വയസ്സ് പൂർത്തിയാക്കിയവർക്ക് ലോകസഭയിലേക്ക് മത്സരിക്കാം. ബഡ്ജറ്റ്, മറ്റ് ധനകാര്യ ബില്ലുകൾ തുടങ്ങിയവയിൽ ലോകസഭയ്ക്ക് പരിപൂർണ അധികാരമുണ്ട്. മന്ത്രിസഭയ്ക്ക് ലോകസഭയോട് മാത്രമേ കൂട്ടുത്തരവാദിത്തമുള്ളൂ. മണി ബില്ല് ഏതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ലോകസഭാ സ്പീക്കറാണ്. ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറും ഉപാധ്യക്ഷൻ ഡെപ്യൂട്ടി സ്പീക്കറുമാണ്. GV മൗലങ്കർ ആണ് ആദ്യ ലോകസഭാ സ്പീക്കർ. ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറും ഉപാധ്യക്ഷൻ ഡെപ്യൂട്ടി സ്പീക്കറുമാണ്. GV മൗലങ്കർ ആയിരുന്നു ആദ്യ ലോകസഭാ സ്പീക്കർ. ലോകസഭാ സ്പീക്കറായ ആദ്യ വനിത മീര കുമാറാണ്. ഒന്നാം ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെ നടന്നു. ആകെ മണ്ഡലങ്ങൾ 489. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ 364 സീറ്റുകൾ നേടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തി. ലോകസഭയുടെ അധ്യക്ഷൻ സ്പീക്കറും ഉപാധ്യക്ഷൻ ഡെപ്യൂട്ടി സ്പീക്കറുമാണ്. GV മൗലങ്കർ ആയിരുന്നു ആദ്യത്തെ ലോകസഭാ സ്പീക്കർ. ലോകസഭാ സ്പീക്കറായ ആദ്യ വനിത മീര കുമാറാണ്. ഇപ്പോഴത്തെ ലോകസഭാ സ്പീക്കർ ഓം ബിർളയാണ്. ഒന്നാം ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയാണ് നടന്നത്. ആകെ മണ്ഡലങ്ങൾ 489 ആയിരുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ 364 സീറ്റുകൾ നേടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആദ്യമായി അധികാരത്തിൽ വന്നത്. അടുത്തത് രാജ്യസഭ. ഇത് സ്ഥിരം സഭയാണ്. ആർട്ടിക്കിൾ 80 അനുസരിച്ച് ഇതിലെ പരമാവധി അംഗസംഖ്യ 250 ആണ്. പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നവർ 12. 1952 ഏപ്രിൽ 3-ന് നിലവിൽ വന്നു. ആദ്യ സമ്മേളനം 1952 മെയ് 13-നായിരുന്നു. അംഗത്വത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി 30 വയസ്സാണ്. രാജ്യസഭ എന്നത് ഒരു സ്ഥിരം സഭയാണ്. ഇത് ആർട്ടിക്കിൾ 80 അനുസരിച്ച് ഇതിലെ പരമാവധി അംഗസംഖ്യ 250 ആണ്. അതിൽ 12 പേരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നതാണ്. 1952 ഏപ്രിൽ 3-ന് നിലവിൽ വന്നു. ആദ്യ സമ്മേളനം 1952 മെയ് 13-നായിരുന്നു. അംഗത്വത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി 30 വയസ്സാണ്.
ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി 6 വർഷമാണ്. 1/3 അംഗങ്ങൾ 2 വർഷം കൂടുമ്പോൾ പിരിയുന്നു. രാജ്യസഭാ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭാ ചെയർമാനായ പ്രഥമ മലയാളി KR നാരായണനാണ്. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനായ ആദ്യ മലയാളി M ജേക്കബ്. അപ്പോൾ രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി 6 വർഷമാണ്. 1/3 അംഗങ്ങളെ 2 വർഷം കൂടുമ്പോൾ പിരിയുന്നു. രാജ്യസഭാ ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭാ ചെയർമാനായ പ്രഥമ മലയാളി KR നാരായണനാണ്. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ആയ ആദ്യ മലയാളി M ജേക്കബ് ആണ്. അടുത്തത് കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവയടങ്ങുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിസഭ തുടങ്ങി തിരഞ്ഞെടുക്കപ്പെട്ടവർ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗമെന്നും യോഗ്യതയെ അടിസ്ഥാനമാക്കി നിയമിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ സ്ഥിര കാര്യനിർവഹണ വിഭാഗമെന്നും അറിയപ്പെടുന്നു. ഇവർ വിരമിക്കുന്നതുവരെ സർവീസിൽ തുടരും. അപ്പോൾ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവയടങ്ങുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിസഭ തുടങ്ങി തിരഞ്ഞെടുക്കപ്പെട്ടവർ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗമെന്നും യോഗ്യതയെ അടിസ്ഥാനമാക്കി നിയമിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ സ്ഥിര കാര്യനിർവഹണ വിഭാഗമെന്നും അറിയപ്പെടുന്നു. ഇവർ വിരമിക്കുന്നതുവരെ സർവീസിൽ തുടരും. ഗവർണറും മുഖ്യമന്ത്രിയും സംസ്ഥാന മന്ത്രിസഭയുമെല്ലാം ഉൾപ്പെടുന്നതാണ് സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം. ആദ്യം രാഷ്ട്രപതിയെക്കുറിച്ച് നോക്കാം. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവനാണ് രാഷ്ട്രപതി. 5 വർഷമാണ് കാലാവധി. 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് രാഷ്ട്രപതി ആവാം. അപ്പോൾ ഗവർണറും മുഖ്യമന്ത്രിയും സംസ്ഥാന മന്ത്രിസഭയുമെല്ലാം ഉൾപ്പെടുന്നതാണ് സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം. ഇനി കാര്യനിർവഹണ വിഭാഗത്തിന്റെ കീഴിൽ വരുന്ന ഓരോന്നും നോക്കാം. ആദ്യം രാഷ്ട്രപതി. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവനാണ് രാഷ്ട്രപതി. 5 വർഷമാണ് ഒരു രാഷ്ട്രപതിയുടെ കാലാവധി. 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് രാഷ്ട്രപതിയാവാം. ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ലോകസഭയിലെയും രാജ്യസഭയിലെയും സംസ്ഥാന നിയമസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അടങ്ങുന്നതാണ് ഇലക്ട്രൽ കോളേജ്. പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുക, സുപ്രീം കോടതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുക, രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുക, പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുക, ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ പ്രധാന അധികാരങ്ങളും ചുമതലകളും. അപ്പോൾ ഒരു ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ലോകസഭയിലെയും രാജ്യസഭയിലെയും സംസ്ഥാന നിയമസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ അടങ്ങുന്നതാണ് ഇലക്ട്രൽ കോളേജ്. രാഷ്ട്രപതിയുടെ ചുമതലകൾ ഏതൊക്കെയെന്ന് നോക്കാം. പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുക, സുപ്രീം കോടതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുക, രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുക, പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുക, ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുക എന്നിവയാണ് രാഷ്ട്രപതിയുടെ പ്രധാന അധികാരങ്ങളും ചുമതലകളും. അടുത്തത് ഉപരാഷ്ട്രപതി. രാജ്യസഭയിലെയും ലോകസഭയിലെയും അംഗങ്ങൾ അടങ്ങിയ ഇലക്ട്രൽ കോളേജാണ് തിരഞ്ഞെടുക്കുന്നത്. 5 വർഷമാണ് ഉപരാഷ്ട്രപതിയുടെ കാലാവധി. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതല വഹിക്കുക, രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുക തുടങ്ങിയവയാണ് പ്രധാന ചുമതലകൾ. രാജ്യസഭയിലെയും ലോകസഭയിലെയും അംഗങ്ങൾ അടങ്ങിയ ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. 5 വർഷമാണ് ഉപരാഷ്ട്രപതിയുടെ കാലാവധി. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതല വഹിക്കുക, രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുക തുടങ്ങിയവയാണ് ഉപരാഷ്ട്രപതിയുടെ പ്രധാന ചുമതലകൾ. അടുത്തത് പ്രധാനമന്ത്രി. ഗവൺമെന്റിന്റെ തലവനാണ് പ്രധാനമന്ത്രി. ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവാണ് പ്രധാനമന്ത്രി ആവുന്നത്. 5 വർഷമാണ് ഒരു പ്രധാനമന്ത്രിയുടെ കാലാവധി. ലോകസഭാ അംഗങ്ങൾക്ക് 25 വയസ്സും രാജ്യസഭാ അംഗങ്ങൾക്ക് 30 വയസ്സുമാണ് പ്രധാനമന്ത്രിയാകാനുള്ള കുറഞ്ഞ പ്രായപരിധി. അപ്പോൾ ഗവൺമെന്റിന്റെ തലവനാണ് പ്രധാനമന്ത്രി. ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവാണ് പ്രധാനമന്ത്രിയാവുന്നത്. 5 വർഷമാണ് ഒരു പ്രധാനമന്ത്രിയുടെ കാലാവധി. ലോകസഭാ അംഗങ്ങൾക്ക് 25 വയസ്സും രാജ്യസഭാ അംഗങ്ങൾക്ക് 30 വയസ്സുമാണ് പ്രധാനമന്ത്രിയാകാനുള്ള കുറഞ്ഞ പ്രായപരിധി. ക്യാബിനറ്റ് മീറ്റിംഗുകൾ അധ്യക്ഷം വഹിക്കുക, മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുക, മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുക എന്നിവയാണ് പ്രധാനമന്ത്രിയുടെ പ്രധാന ചുമതലകൾ. ക്യാബിനറ്റ് മീറ്റിംഗുകളിൽ അധ്യക്ഷത വഹിക്കുക, മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുക,
മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുക എന്നിവയാണ് പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ. അടുത്തത് നീതിന്യായ വിഭാഗം. സുപ്രീം കോടതി. രാജ്യത്തെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും അടങ്ങുന്നതാണ് കോടതിയുടെ ഘടന. രാഷ്ട്രപതിയാണ് ജഡ്ജിമാരെ നിയമിക്കുന്നത്. അപ്പോൾ നീതിന്യായ വിഭാഗത്തിൽ ആദ്യം വരുന്നത് സുപ്രീം കോടതിയാണ്. രാജ്യത്തെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും അടങ്ങുന്നതാണ് കോടതിയുടെ ഘടന. രാഷ്ട്രപതിയാണ് ജഡ്ജിമാരെ നിയമിക്കുന്നത്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 124 മുതൽ 147 വരെയാണ് സുപ്രീം കോടതിയുടെ അധികാരങ്ങളും ചുമതലകളും മറ്റും പ്രതിപാദിക്കുന്നത്. 1950 ജനുവരി 26-നാണ് സുപ്രീം കോടതി നിലവിൽ വന്നത്. 1950 ജനുവരി 28-നാണ് പ്രവർത്തനം തുടങ്ങിയത്. അപ്പോൾ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 124 മുതൽ 147 വരെയുള്ള ഭാഗത്താണ് സുപ്രീം കോടതിയുടെ അധികാരങ്ങളെയും ചുമതലകളെയും പറ്റി പരാമർശിക്കുന്നത്. 1950 ജനുവരി 26-നാണ് സുപ്രീം കോടതി നിലവിൽ വന്നത്. ആ വർഷം തന്നെ ജനുവരി 28-നാണ് സുപ്രീം കോടതി അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. ന്യൂഡൽഹിയിലെ തിലക് മാർഗിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. HG കനിയ ആയിരുന്നു ആദ്യ ചീഫ് ജസ്റ്റിസ്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡാണ്. 50ാമത്തെ ചീഫ് ജസ്റ്റിസാണ് അദ്ദേഹം. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 ജഡ്ജിമാരാണ് സുപ്രീം കോടതിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ജഡ്ജിമാരെ എല്ലാം നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ ന്യൂഡൽഹിയിലെ തിലക് മാർഗിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. HG കനിയ ആയിരുന്നു ആദ്യ ചീഫ് ജസ്റ്റിസ്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ് ആണ്. അദ്ദേഹം 50ാമത്തെ ചീഫ് ജസ്റ്റിസാണ്. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 ജഡ്ജിമാരാണ് സുപ്രീം കോടതിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ചുമതലകൾ എന്തൊക്കെ നോക്കാം. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ, കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ, ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ, സംസ്ഥാന ഹൈക്കോടതികളുടെ അപ്പീൽ കേസുകൾ എന്നിവയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ. ഏതൊക്കെയാണ്? മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ, കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ, ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ, സംസ്ഥാന ഹൈക്കോടതികളുടെ അപ്പീൽ കേസുകൾ എന്നിവയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ. അടുത്തത് ഹൈക്കോടതി. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. രാജ്യത്ത് 25 ഹൈക്കോടതികളാണ് ഇപ്പോൾ നിലവിലുള്ളത്. 1862 സ്ഥാപിതമായ കൊൽക്കത്ത ഹൈക്കോടതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി. അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി എന്നറിയപ്പെടുന്നത്. രാജ്യത്ത് 25 ഹൈക്കോടതികളാണ് ഇപ്പോൾ നിലവിലുള്ളത്. 1862 സ്ഥാപിതമായ കൊൽക്കത്ത ഹൈക്കോടതിയാണ് ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 214 മുതൽ 231 വരെയാണ് ഹൈക്കോടതിയുടെ അധികാരങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നത്. മൗലികാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവിടുക, സിവിൽ ക്രിമിനൽ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നും അപ്പീൽ പരിഗണിക്കുക, സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങളുടെ വ്യാഖ്യാനം എന്നിവയാണ് ഹൈക്കോടതിയുടെ പ്രധാന ചുമതലകൾ. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 214 മുതൽ 231 വരെയാണ് ഹൈക്കോടതിയുടെ അധികാരങ്ങളെ പറ്റി പരാമർശിക്കുന്നത്. ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ ഏതെല്ലാമെന്ന് നോക്കാം. മൗലികാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവിടുക, സിവിൽ ക്രിമിനൽ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നും അപ്പീൽ പരിഗണിക്കുക, സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങളുടെ വ്യാഖ്യാനം എന്നിവയാണ് ഹൈക്കോടതിയുടെ പ്രധാന ചുമതലകൾ. അടുത്തത് കീഴ്ക്കോടതികൾ. ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവയാണ് കീഴ്ക്കോടതികൾ. അപ്പോൾ സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവയുടെ കീഴിൽ വരുന്ന കോടതികളാണ് ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ. അടുത്തത് ഗവർണർ. ഭരണഘടനയുടെ 6-ാം ഭാഗത്താണ് സംസ്ഥാന ഭരണത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ കാര്യനിർവഹണ അധികാരത്തിൻ്റെ തലവൻ ഗവർണറാണ്. ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ ഭരണഘടനയുടെ 6-ാം ഭാഗത്താണ് സംസ്ഥാന ഭരണത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ കാര്യനിർവഹണാധികാരത്തിൻ്റെ തലവൻ ഗവർണറാണ്. ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 5 വർഷമാണ് ഒരു ഗവർണറുടെ കാലാവധി. 35 വയസ്സും ഭാരത പൗരത്വവുമാണ് ഗവർണർ പദവിക്കുള്ള മിനിമം യോഗ്യത. ആർട്ടിക്കിൾ 153-ലാണ് ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ 5 വർഷമാണ് ഒരു ഗവർണറുടെ കാലാവധി. 35 വയസ്സും ഭാരത പൗരത്വവുമാണ് ഗവർണർ പദവിക്കുള്ള മിനിമം യോഗ്യത. ആർട്ടിക്കിൾ 153-ലാണ് ഗവർണറെ കുറിച്ച് പരാമർശിക്കുന്നത്.
ഗവർണർ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ്. ആർട്ടിക്കിൾ 213 അനുസരിച്ചാണ് ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. അപ്പോൾ ഗവർണർ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ്. കേന്ദ്ര ഗവൺമെന്റാണ് ഗവർണറെ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ 213 അനുസരിച്ചാണ് ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, സംസ്ഥാന PSC ചെയർമാൻ, അംഗങ്ങൾ തുടങ്ങിയവരെ നിയമിക്കാനുള്ള അധികാരം ഗവർണർക്കുണ്ട്. എന്നാൽ ഇവരെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഗവർണറുടെ പ്രധാന അധികാരങ്ങൾ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, സംസ്ഥാന PSC ചെയർമാൻ, അംഗങ്ങൾ തുടങ്ങിയവരെ നിയമിക്കുക എന്നതാണ് ഗവർണർക്കുള്ള ചുമതല. എന്നാൽ ഇവരെ നീക്കം ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിന് മാത്രമാണുള്ളത്. ആർട്ടിക്കിൾ 161 ഗവർണർക്ക് കുറ്റവാളികളുടെ ശിക്ഷ ഇളവ് ചെയ്യാനുള്ള അധികാരത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു. ഈ വകുപ്പ് പ്രകാരം വധശിക്ഷ, പട്ടാള കോടതി വിധിച്ച ശിക്ഷ എന്നിവയിൽ ഇളവ് വരുത്താൻ ഗവർണർക്ക് അധികാരമില്ല. ഈ അധികാരം രാഷ്ട്രപതിക്ക് മാത്രമേയുള്ളൂ. അപ്പോൾ ആർട്ടിക്കിൾ 161 ഗവർണർക്ക് കുറ്റവാളികളുടെ ശിക്ഷ ഇളവ് ചെയ്യാനുള്ള അധികാരത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു. എന്നാൽ ഈ വകുപ്പ് പ്രകാരം വധശിക്ഷയോ പട്ടാള കോടതി വിധിച്ച ശിക്ഷയോ ഇളവ് വരുത്താനുള്ള അധികാരം ഗവർണർക്കില്ല. ആ അധികാരം രാഷ്ട്രപതിക്ക് മാത്രമാണുള്ളത്. നിലവിൽ നമ്മുടെ കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.